ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 തിരഞ്ഞെടുത്ത കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ആദ്യത്തേത്, 2023 ജനുവരിയിൽ ഏഷ്യ പസഫിക് പോസ്റ്റൽ യൂണിയൻ്റെ നേതൃത്വം ഏറ്റെടുത്ത രാജ്യം ഏത്? ഇന്ത്യ. 2023 ജനുവരിയിൽ ഏഷ്യ പസഫിക് പോസ്റ്റൽ യൂണിയനായ APPUവിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത രാജ്യമാണ് ഇന്ത്യ. അടുത്തത്, ഗോവയിലെ മോപ്പ അന്താരാഷ്ട്ര ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് പുതുതായി നിർദ്ദേശിക്കപ്പെട്ട പേരേത്? മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട് മോപ്പയിൽ ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോവയിലെ മോപ്പ അന്താരാഷ്ട്ര ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് പുതുതായി നിർദ്ദേശിക്കപ്പെട്ട പേര് മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, സ്ഥിതി ചെയ്യുന്നത് ഗോവയിലെ മോപ്പ. അടുത്തത്, 2022 ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക കയറ്റുമതി നടത്തിയ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഖത്തറും അമേരിക്കയുമാണ്. 81.2 മില്യൺ ടൺ വീതമാണ് ഖത്തറും അമേരിക്കയും പ്രകൃതിവാതകങ്ങൾ കയറ്റുമതി നടത്തിയത്. 2022 ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക കയറ്റുമതി നടത്തിയ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഖത്തറും അമേരിക്കയുമാണ്. അടുത്തത്, G20 സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏത്? വിസിറ്റ് ഇന്ത്യ 2023. G20 സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കുന്ന പശ്ചാത്തലത്തിൽ, ഇന്ത്യയാണ് ആതിഥ്യം വഹിച്ചത്, അതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് വിസിറ്റ് ഇന്ത്യ 2023 പദ്ധതി. അടുത്തത്, കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയത്തിൻ്റെ സ്വദേശ് ദർശൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട കേന്ദ്രങ്ങളാണ് കുമരകം, ബേപ്പൂർ. കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയത്തിൻ്റെ സ്വദേശ് ദർശൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നത് കുമരകവും ബേപ്പൂറുമാണ്. അടുത്തത്, കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭ ലൈബ്രറി പുരസ്കാരം നേടിയ വ്യക്തി ടി പത്മനാഭനാണ്. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭ ലൈബ്രറി പുരസ്കാരം നേടിയത് ടി പത്മനാഭൻ. അടുത്തത്, ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ യുവതയ്ക്കുള്ള വിഭാഗത്തിൽ പങ്കെടുത്ത മലയാളിയാണ് കരൺ കുമാർ. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ യുവതയ്ക്കുള്ള വിഭാഗത്തിൽ പങ്കെടുത്ത മലയാളി എന്നറിയപ്പെടുന്നത് കരൺ കുമാറാണ്. അടുത്തത്, 2023 ജനുവരിയിൽ ഓൾ ഇന്ത്യ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഓൺ വാട്ടറിന് വേദിയായത് ഭോപ്പാലാണ്, മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് 2023 ജനുവരിയിൽ ഓൾ ഇന്ത്യ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഓൺ വാട്ടറിന് വേദിയായത്. അടുത്തത്, പ്രഥമ KR ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് അലിഡ ഗുവേരയാണ്. പ്രഥമ KR ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് അലിഡ ഗുവേര. അടുത്തത്, ഇന്ത്യയുടെ പൊതുപ്രക്ഷേപണ സ്ഥാപനമായ പ്രസാർ ഭാരതിയുടെ അടിസ്ഥാന സൗകര്യത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ബിൻഡ്. ഇന്ത്യയുടെ പൊതുപ്രക്ഷേപണ സ്ഥാപനമായ പ്രസാർ ഭാരതിയുടെ അടിസ്ഥാന സൗകര്യത്തിനായി ആരംഭിച്ച പദ്ധതി ബിൻഡ് എന്നാണ്. അതായത് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഡെവലപ്മെൻറ്റ് എന്നാണ്. ബിൻഡിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഡെവലപ്മെൻറ്റ് എന്നാണ്. ഇന്ത്യയുടെ പൊതുപ്രക്ഷേപണ സ്ഥാപനമായ പ്രസാർ ഭാരതിയുടെ അടിസ്ഥാന സൗകര്യത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ബിൻഡ്. അടുത്തത്, ഇന്ത്യയുടെ 79ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ തമിഴ്നാട് സ്വദേശി M പ്രണേഷ്. ഇന്ത്യയുടെ 79ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ തമിഴ്നാട് സ്വദേശിയാണ് M പ്രണേഷ്. അടുത്തത്, ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ എള്ളിനം ഏത്? ഓണാട്ടുകര എള്ള്. കേരളത്തിലെ അടുത്തിടെയായിട്ട് ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ എള്ളിനമാണ് ഓണാട്ടുകര എള്ള്. അടുത്തത്, 2024 പാരീസ് ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനങ്ങളാണ് ബ്രേക്കിംഗ്, സ്പോർട്ട് ക്ലൈംബിംഗ്, സ്കേറ്റ് ബോർഡിംഗ്, സർഫിംഗ് എന്നിവ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനങ്ങൾ ബ്രേക്കിംഗ്, സ്പോർട്ട് ക്ലൈംബിംഗ്, സ്കേറ്റ് ബോർഡിംഗ്, സർഫിംഗ് എന്നിവയാണ്. അടുത്തത്, പുരുഷ ഹോക്കി വേൾഡ് കപ്പ് 2023 മുന്നോടിയായി ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഉദ്ഘാടനം ചെയ്ത ഹോക്കി സ്റ്റേഡിയം ഏത്? ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, റൂർക്കേലയിൽ. പുരുഷ ഹോക്കി വേൾഡ് കപ്പ് 2023 മുന്നോടിയായിട്ട് ഒഡീഷ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക് ഉദ്ഘാടനം ചെയ്ത ഹോക്കി സ്റ്റേഡിയമാണ് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, റൂർക്കേല. അടുത്തത്, ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ സംസ്ഥാനമായി
മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് 2023 ജനുവരി 7-നാണ്. ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ സംസ്ഥാനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് 2023 ജനുവരി 7-നാണ്. അടുത്തത്, രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. അടുത്തത്, കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചുമതലയേറ്റത് മല്ലിക സരാഭായാണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചുമതലയേറ്റ 2023 ചുമതലയേറ്റത് മല്ലിക സാരാഭായാണ്. അടുത്തത്, 61ാമത് സ്കൂൾ കലോത്സവം നേടിയത് കോഴിക്കോട് ജില്ലയാണ്. 2ാമത് പാലക്കാട്, 3ാമത് കണ്ണൂരാണ്. 61ാമത് സ്കൂൾ കലോത്സവം നേടിയത് കോഴിക്കോട് ജില്ല, 2 പാലക്കാട്, 3 കണ്ണൂർ. അടുത്തത്, ജപ്പാനെ മറികടന്നുകൊണ്ട് ആഗോളതലത്തിൽ 3ാമത്തെ വലിയ വാഹന വിപണിയായി മാറിയതാണ് ഇന്ത്യ. ജപ്പാനെ മറികടന്നുകൊണ്ട് ആഗോളതലത്തിൽ 3ാമത്തെ വലിയ വാഹന വിപണിയായി മാറിയത് ഇന്ത്യയാണ്. അടുത്തത്, സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ലെന്നും പണിമുടക്കുന്നവർക്ക് ശമ്പളത്തിന് അർഹതയില്ലെന്നും വിധിച്ച കോടതിയാണ് കേരള ഹൈക്കോടതി. സർക്കാർ ജീവനക്കാർ പണിമുടക്കുന്നതിനെ എതിർത്തിട്ട് കേരള ഹൈക്കോടതി വിധിച്ച വിധിയാണ് സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ലെന്നും പണിമുടക്കുന്നവർക്ക് ശമ്പളത്തിന് അർഹതയില്ലെന്നും വിധിച്ചത് കേരള ഹൈക്കോടതിയാണ്. അടുത്തത്, സംസ്ഥാനത്ത് പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. സംസ്ഥാനത്ത് പുതുക്കിയ വോട്ടർ പട്ടികയുടെ പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ലയാണ് വയനാട്. കുറവ് വോട്ടർമാരുള്ളത് വയനാട് ജില്ലയും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയാണ്. അടുത്തത്, ഭിന്നശേഷി വിഭാഗക്കാരുടെ ശാക്തീകരണത്തിനായി പർപ്പിൾ ഫെസ്റ്റ് ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് ഗോവ. ഭിന്നശേഷി വിഭാഗക്കാരുടെ ശാക്തീകരണത്തിനായി പർപ്പിൾ ഫെസ്റ്റ് ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഗോവയാണ്. അടുത്തത്, വാഹന അപകടങ്ങൾ പ്രതിരോധിച്ച് കേരളത്തെ അപകടരഹിത സംസ്ഥാനമാക്കുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ബോധവൽക്കരണ പദ്ധതിയാണ് ലൈൻ ട്രാഫിക്. വാഹനാപകടങ്ങൾ പ്രതിരോധിച്ച് കേരളത്തെ അപകടരഹിത സംസ്ഥാനമാക്കുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ബോധവൽക്കരണ പദ്ധതിയാണ് ലൈൻ ട്രാഫിക്. അടുത്തത്, മിസ് കേരള 2022 തിരഞ്ഞെടുക്കപ്പെട്ടത് ലിസ് ജെയ്മോൻ ജേക്കബാണ്. 2022 മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിസ് ജെയ്മോൻ ജേക്കബ്. അടുത്തത്, രാജാക്കന്മാരുടെ കായിക വിനോദം എന്നറിയപ്പെടുന്ന പോളോ ഗെയിംസിൻ്റെ 120 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഇംഫാലിലാണ്. മണിപ്പൂരിലെ ഇംഫാലിലാണ് രാജാക്കന്മാരുടെ കായിക വിനോദം എന്നറിയപ്പെടുന്നത് പോളോ ആണ്. പോളോ ഗെയിംസിൻ്റെ 120 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഇംഫാലിലാണ്, മണിപ്പൂരിലെ ഇംഫാലിലാണ്. അടുത്തത്, പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ഗോകുലം ഗോപാലനാണ്. തുക വരുന്നത് 25,000 രൂപയാണ്. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ഗോകുലം ഗോപാലനാണ്. അടുത്തത്, ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തുന്ന വ്യോമാഭ്യാസത്തിൻ്റെ പേരാണ് വീർ ഗാർഡിയൻ 2023. ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തുന്ന വ്യോമാഭ്യാസത്തിൻ്റെ പേര് എന്നറിയപ്പെടുന്നത് വീർ ഗാർഡിയൻ 2023 എന്നാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റായ അവനി ചതുർവേദിയും ജപ്പാനിൽ നടക്കുന്ന ഈ വ്യോമാഭ്യാസത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് എന്നറിയപ്പെടുന്നത് അവനി ചതുർവേദിയാണ്. ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തുന്ന വ്യോമാഭ്യാസമായ വീർ ഗാർഡിയൻ 2023 ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റായ അവനി ചതുർവേദിയും അംഗമാകുന്നുണ്ട്. 2023 ജനുവരിയിൽ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ റിവർ ക്രൂയിസാണ് MV ഗംഗ വാലിസ്. 2023 ജനുവരിയിൽ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് എന്നറിയപ്പെടുന്നത് MV ഗംഗ വാലിസ് ആണ്. അടുത്തത്, കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പരിഷ്കരണ സമിതിയുടെ ചെയർപേഴ്സണായ വ്യക്തിയാണ് പ്രൊഫസർ സുരേഷ് ദാസ്. 2023 കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പരിഷ്കരണ സമിതിയുടെ ചെയർപേഴ്സണായത് പ്രൊഫസർ സുരേഷ് ദാസ് ആണ്. അടുത്തത്, ദേശീയ പ്രവാസി ഭാരതീയ ദിവസ് എന്നറിയപ്പെടുന്നത് ജനുവരി 9. ദേശീയ പ്രവാസി ഭാരതീയ ദിവസ് എന്നറിയപ്പെടുന്നത് ജനുവരി 9 ആണ്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി എന്നറിയപ്പെടുന്നത് ഇൻഡോറാണ്. മധ്യപ്രദേശിലെ ഇൻഡോറാണ് 17ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2023 കറണ്ട് അഫയേഴ്സുകളാണ്. 30 ചോദ്യങ്ങളാണ് നോക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക.
ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.